Hi friends, welcome to Lectures on Law. ഇതുവരെ നമ്മൾ നോക്കിക്കൊണ്ട് പോകുന്നത് BNSSും CRPCയും തമ്മിലുള്ള കമ്പാരിറ്റീവ് ആയിട്ടുള്ള അനാലിസിസ് ആണ്. അപ്പോൾ CRPCയിലും BNSSലും എങ്ങനെയാണ് ഡെഫിനിഷൻ പാർട്ടിലേക്ക് വന്നപ്പോഴുള്ള ചേഞ്ചസ്, BNSSലേക്ക് വന്നപ്പോൾ എന്തെല്ലാം ചേഞ്ചസ് ആണ് ഡെഫിനിഷൻ പാർട്ടിൽ വന്നത്, ഏതെല്ലാം ഡെഫിനിഷൻസ് ആണ് ഒമിറ്റ് ചെയ്തത്, ഏതെല്ലാം ഡെഫിനിഷൻസ് ആണ് ആഡ് ഓൺ ചെയ്തത് എന്നെല്ലാം നമ്മൾ നോക്കി. അതോടൊപ്പം തന്നെ ക്രിമിനൽ കോടതികളുടെ ഘടനയിൽ വന്ന ചേഞ്ചസ് എന്താണ്, ക്ലാസസ് ഓഫ് ക്രിമിനൽ കോഡ്സിൽ വന്ന ചേഞ്ചസ് എന്തെല്ലാമാണ്, ഏതൊക്കെ കോടതികളാണ് എടുത്തു മാറ്റിയത് എന്നെല്ലാമുള്ള ചേഞ്ചസ് നമ്മൾ നോക്കി. ആ വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ളത് കണ്ടിട്ടില്ല എങ്കിൽ ആ വീഡിയോസ് കണ്ടു നോക്കുക. ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രോസിക്യൂഷൻ ഏരിയയിലേക്കാണ്. അപ്പോൾ നിലവിലുള്ള CRPCയിൽ പ്രോസിക്യൂട്ടേഴ്സിനെ കുറിച്ച് പറയുന്നത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ട്, പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ട്, ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഉണ്ട്. അപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ, ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ, ഇങ്ങനെ മൂന്നെണ്ണമാണ് പറയുന്നത് നിലവിലുള്ള CRPCയിൽ. BNSSൽ വന്നപ്പോഴും ഈ മൂന്ന് തന്നെയാണ് പറയുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സും ഉണ്ട്, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സും ഉണ്ട്, ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനും ഉണ്ട്. ഇതും BNSSലും ഉണ്ട്. പക്ഷേ സെക്ഷൻ്റെ നമ്പറിൽ ചേഞ്ചസ് ഉണ്ട്. സെക്ഷൻ്റെ നമ്പറിൽ എന്ന് പറയുമ്പോൾ സെക്ഷൻ 24-ലായിരുന്നു 24, 25, 25A ആയിരുന്നു നിലവിലുള്ള CRPCയിൽ പറയുന്നത്. അതായത് 24-ൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സും 25-ൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സും 25A-ൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനും. ഇങ്ങനെയാണ് നിലവിലുള്ള CRPCയിൽ പറയുന്നത് 24, 25, 25A. ഇനി BNSSലേക്ക് വരുമ്പോൾ പറയുന്നത് 18, 19, 20 അങ്ങനെയാണ് സെക്ഷൻസ്. ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് സെക്ഷൻ 18, ഇനി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് സെക്ഷൻ 19, ഇനി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഏതാ സെക്ഷൻ 20. 18, 19, 20 ആയി. 24, 25, 25A എന്നുള്ളത് 18, 19, 20 ആയിട്ട് സെക്ഷൻസ് ചേഞ്ച് ചെയ്തു. കുറച്ച് ചേഞ്ചസും വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് സെക്ഷൻ 18 ആണ്. സെക്ഷൻ 18 ആണ് സെക്ഷൻ 18 ആണ് BNSSൽ പറയുന്ന പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ കുറിച്ച് പറയുന്നത്. നിലവിലുള്ള CRPCയിൽ ഏതാ സെക്ഷൻ 24-ൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നിലവിലുള്ള CRPCയിൽ എന്താണ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ കുറിച്ച് പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ നിലവിലുള്ള CRPCയിലെ സെക്ഷൻ 24-ൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഓരോ ഹൈക്കോടതികളിലേക്കും, എല്ലാ ഹൈക്കോടതികളിലേക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും പബ്ലിക് പ്രോസിക്യൂട്ടറിനെയും അതോടൊപ്പം തന്നെ ഒന്നിൽ കൂടുതൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കും. എന്തിനു വേണ്ടിയാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അവരുടെ ക്രിമിനൽ കേസസ് നടത്താനും അപ്പീൽ നടത്താനും ഒക്കെ വേണ്ടിയിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഹൈക്കോടതികളിലേക്ക്. ഇനി സെൻട്രൽ ഗവൺമെൻറ്റിനാണെങ്കിലോ, സെൻട്രൽ ഗവൺമെൻറ്റിന് അവരുടെ ക്രിമിനൽ കേസസ് നടത്താൻ വേണ്ടിയിട്ടെല്ലാം വേണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ ഓരോ ഹൈക്കോടതികളിലേക്കും അപ്പോയിൻറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. അതായത് ഹൈക്കോടതിയെ കൺസൾട്ട് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും പബ്ലിക് പ്രോസിക്യൂട്ടറിനെയും അതോടൊപ്പം തന്നെ ഒന്നിൽ കൂടുതലോ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് CRPCയിലുള്ളത്. പിന്നീട് CRPC പറയുന്നത് എന്താ? ഇങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഇങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറിന് അല്ലെങ്കിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത്, അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, അവർ മിനിമം 7 വർഷമെങ്കിലും, അതായത് 7 വർഷത്തിൽ കുറയാതെ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം ഇങ്ങനെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് അല്ലെങ്കിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി. 7 വർഷത്തെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് വേണമെന്നാണ് പറയുന്നത്. ഇനി ഇങ്ങനെ 7 വർഷത്തെ അഡ്വക്കേറ്റ് പ്രാക്ടീസ് ഉള്ള ഒരു വ്യക്തിയെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അയാൾ ആ സർവീസ് ചെയ്യുക, പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ ആ ഒരു സർവീസ് ചെയ്യുന്നു അല്ലെങ്കിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ സർവീസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോഴും അയാൾ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ആണ് അവിടെ. ഏത് സമയത്ത് വേണമെങ്കിലും ഒരു പബ്ലിക് സെർവൻറ്റ് തന്നെയാണ് അയാൾ, എന്നാൽ പോലും ഏത് സമയത്ത് വേണമെങ്കിലും അയാൾ എന്ത് ചെയ്യാം? അയാളെ പുറത്താക്കാൻ പറ്റുന്നതാണ്. കാരണം ആ ഒരു ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ടൈമാണ്. അത് വേണമെങ്കിൽ ആ ഒരു പ്ലഷർ പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അയാളെ പുറത്താക്കാൻ സാധിക്കുന്നതാണ്, പബ്ലിക് സെർവൻ്റ് ആണെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്തും അയാൾ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് തന്നെ, അതായത് ഒരു അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് അയാളെ കണക്കാക്കുന്നത് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ സർവീസ് ചെയ്യുന്ന സമയത്തും. പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഹൈക്കോടതികളിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിലേക്കും, അതായത് സെഷൻസ് കോടതികളിലേക്കും ഈ പറയുന്ന പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ അല്ലെങ്കിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ അല്ലെങ്കിൽ ഒന്നിൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെയും അതോടൊപ്പം തന്നെ ഒന്നിൽ കൂടുതലോ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും സാധിക്കും. എങ്ങോട്ടേക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ? എല്ലാ ജില്ലകളിലേക്കും, അതായത് സെഷൻസ് കോടതികളിലേക്കും അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇങ്ങനെ എല്ലാ ജില്ലകളിലേക്കും ഈ പറയുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറിനെ അല്ലെങ്കിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അവർ അപ്പോയിൻറ്റ് ചെയ്യപ്പെടേണ്ടത് ഈ പറയുന്ന പാനലിൽ നിന്നുള്ള ജഡ്ജസിനെ ആയിരിക്കണം. പാനൽ എന്ന് പറയുന്ന ആരുണ്ടാക്കുന്ന പാനലാണ്? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അവിടെ ഒരു പാനൽ ഉണ്ടാക്കും. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് സെഷൻസ് ജഡ്ജുമായി കൺസൾട്ട് ചെയ്തിട്ട് സെഷൻസ് ജഡ്ജും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും കൂടി ഒരു പാനൽ ഉണ്ടാക്കും. ആ പാനലിൻ്റെ അകത്ത് കുറച്ച് പേഴ്സൺസിൻ്റെ പേര് കാണും. അതായത് പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് അല്ലെങ്കിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഫിറ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ പേരുകൾ ആ പാനലിൽ കാണും. അവരുണ്ടാക്കിയ പാനലായിരിക്കും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് പ്രിപ്പയർ ചെയ്ത് ആ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും സെഷൻസ് ജഡ്ജും കൂടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആ പാനലിലുള്ള ഏതെങ്കിലും പേഴ്സൺസിനെ മാത്രമേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇതേപടി ഡിസ്ട്രിക്റ്റിലേക്ക് സെഷൻസിലേക്ക് പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പാനലില്ലാത്ത ഒരു പേഴ്സൺസിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടറെ അപ്പോയിൻറ്റ് ചെയ്യുന്നതല്ലാതെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ചില കേസസിലെല്ലാം ഈ പറയുന്ന ആ പാർട്ടിക്ക്, അതായത് കംപ്ലൈൻറ്റ് കൊടുത്ത ആൾക്ക് അവർക്കത് ആ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിൽ എന്തെങ്കിലും ബയാസ് ഉണ്ടെന്ന് തോന്നുകയാണ്, എന്തെങ്കിലും പാർഷ്യാലിറ്റി ഉണ്ടെന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ അവർക്കതിൽ കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ, വിശ്വസനീയമല്ല എന്ന് തോന്നുകയാണെങ്കിൽ സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അപേക്ഷ കൊടുത്ത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ആ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ മിനിമം 10 വർഷമാണ് വേണ്ടത്. മറ്റേത് 7 വർഷത്തെ ക്വാളിഫിക്കേഷൻ മതിയായിരുന്നു അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തതെങ്കിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിന് 10 വർഷം അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത ക്വാളിഫിക്കേഷൻ വേണം. അങ്ങനെ ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അഡ്വക്കേറ്റിനെ വേണമെങ്കിൽ വിക്ടിമിനെ അപ്പോയിൻറ്റ് ചെയ്യാം. വിക്ടിം ആരാണ്? വിക്ടിം എന്ന് പറയുന്നത് ഈ കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തി വഴിയായി, അതായത് അക്യൂസ്ഡ് പേഴ്സൺ വഴിയായി എന്തെങ്കിലും ഇഞ്ചുറിയോ അല്ലെങ്കിൽ ലോസോ ഈ പറയുന്ന ഡാമേജോ അനുഭവിക്കപ്പെട്ട വ്യക്തിയാണ് നമ്മൾ വിക്ടിം എന്ന് പറയുന്നത്. നമുക്കറിയാം വിക്ടിം എന്ന് പറയുന്ന ആരാണെന്ന്, നഷ്ടം അനുഭവിക്കപ്പെട്ട വ്യക്തിയാണ് വിക്ടിം. അങ്ങനെയുള്ള ആ ഒരു വിക്ടിമിന് ഈ പറയുന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു അഡ്വക്കേറ്റിനെ വേണമെങ്കിൽ എൻഗേജ് ചെയ്യിക്കാം, അപ്പോയിൻറ്റ് ചെയ്യിക്കാൻ സാധിക്കുന്നതാണ്. അത് ഇപ്പോൾ ഇൻ കേസ് വിക്ടിം മരിച്ചുപോയി എന്ന് വിചാരിക്കുക, അപ്പോൾ അവിടെ ആരായിരിക്കും വിക്ടിമിൻ്റെ ആ ഒരു പൊസിഷനിലേക്ക് വരുന്നത്? വിക്ടിമിൻ്റെ ഗാർഡിയൻ ആരാണോ അല്ലെങ്കിൽ ലീഗൽ ഹയർ ആരാണോ ഉള്ളത് അയാളായിരിക്കും പിന്നീട് വിക്ടിമായിട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വേണമെങ്കിൽ വിക്ടിം ഇല്ല എങ്കിൽ ലീഗലായിട്ടുള്ള ഗാർഡിയനോ അല്ലെങ്കിൽ ലീഗൽ ഹയറിനോ ഈ പറയുന്ന വിക്ടിമിനെ ആ ഒരു വിക്ടിമിൻ്റെ പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പേഴ്സണെ, ഒരു അഡ്വക്കേറ്റിനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു പ്രൊവിഷനും കൂടി ഈ ഒരു സെക്ഷൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഓൾറെഡി CRPCയിൽ നമുക്കുള്ളതാണ്, സെക്ഷൻ 24 പറയുന്നതാണ്. അപ്പോൾ ഇത്രയാണ് സെക്ഷൻ 24 പറയുന്നത്. എന്നാൽ സെക്ഷൻ 18 BNSSൽ വന്നപ്പോൾ ഒരു ചെറിയ കാര്യം മാത്രമേ ആഡ് ഓൺ ചെയ്തിട്ടുള്ളൂ. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു ഹൈക്കോടതികളിലേക്ക്, എല്ലാ ഹൈക്കോടതികളിലേക്കും അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കും പബ്ലിക് പ്രോസിക്യൂട്ടറിനെയും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെയും ഒന്നിൽ കൂടുതൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെയും അപ്പോയിൻറ്റ് ചെയ്യാൻ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സാധിക്കുമെന്ന് പറഞ്ഞു, അവരുടെ കേസുകൾ നടത്താൻ വേണ്ടിയിട്ട്. പക്ഷേ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹിയിൽ വരുമ്പോൾ ഡൽഹിയിലെ ഹൈക്കോടതികളിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട്, അതായത് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിനെ അല്ലെങ്കിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ ഡൽഹിയിലെ ഹൈക്കോടതികളിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ അവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സാധിക്കില്ല, സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇവിടെ ആണെങ്കിൽ എന്തായിരിക്കും? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ക്രിമിനൽ കേസസ് നടത്താനും അപ്പീൽ കേൾക്കാനും ഒക്കെ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ അല്ലെങ്കിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാം. അതോടൊപ്പം അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഡൽഹിയുടെ കേസിൽ വരുമ്പോഴേക്കും, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹിയിലേക്ക് വരുമ്പോഴേക്കും അവിടെ എന്താണ്? ഹൈക്കോടതികളിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ അല്ലെങ്കിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ പറ്റുള്ളൂ. സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ ഒരു കാര്യം മാത്രമാണ് പുതിയതായിട്ട് BNSSലേക്ക് സെക്ഷൻ 18 പബ്ലിക് പ്രോസിക്യൂട്ടറിലേക്ക് വന്നപ്പോൾ ആഡ് ഓൺ ചെയ്ത ഒരു പോയിന്റ്. വേറെ എല്ലാം സെയിം തന്നെയാണ്, സെക്ഷൻ്റെ നമ്പറിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. ബാക്കി എല്ലാം സെയിം പ്രൊവിഷൻ തന്നെയാണ് സെക്ഷൻ 24 സെക്ഷൻ 18 പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് സെക്ഷൻ 24, നിലവിലുള്ള സെക്ഷൻ 24 പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിനെ കുറിച്ചാണ്. ആ പബ്ലിക് പ്രോസിക്യൂട്ടർ സെക്ഷൻ 18 ഇപ്പോൾ BNSSൽ പറയുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സും ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനും നോക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.